ശശിക്കെതിരായ പരാതി പുറത്തുവിട്ട പി അൻവർ എം.വി. ഗോവിന്ദന് നൽകിയ പരാതിയാണ് പുറത്തുവിട്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പർ വാങ്ങുന്നുവെന്ന് ആരോപണം. എസ് ശാലിനി ചേരുന്നു. ശാലിനി, പി ശശിക്കെതിരെ നേരത്തെ പി അൻവർ നൽകിയ പരാതിയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഗുരുതരമായ ആരോപണം തന്നെയാണ് പി അൻവർ വീണ്ടും പി ശശിക്കെതിരെ ഉന്നയിക്കുന്നത്. വിവരങ്ങൾ. രോഹിണി, 13-ാം തീയതി പി അൻവർ MLA നൽകിയിട്ടുള്ള പരാതി, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന് നൽകിയിട്ടുള്ള പരാതിയാണ് അപ്പോൾ ഔദ്യോഗികമായി അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത്. ആ പരാതിയിൽ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും പരാതികളും ഒക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അൻവർ ഇത്രയും നാൾ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഈ പരാതിയിൽ ക്രോഡീകരിച്ച് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൽ ഒന്ന്, സംസ്ഥാനത്തെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ചില മാധ്യമങ്ങളും ചില അന്വേഷണ ഏജൻസികളും അടക്കം പിണറായി വിജയനെയും മന്ത്രിസഭയും ഒക്കെ തന്നെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ ആരോപണ വിധേയരാക്കുകയും അതിനെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാനങ്ങൾ കാണുകയും ചെയ്തിരുന്നു. അത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലാണ് പി അൻവറിന്റെ പരാതിയിൽ പറയുന്നത്. പി ശശിക്ക് അത്തരത്തിലൊരു ചുമതല കൊടുത്തുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശിയെ കൊണ്ടുവരുന്നത്. പക്ഷേ പി ശശി ആ സ്ഥാനത്ത് എത്തിയതിനു ശേഷം മന്ത്രിസഭയുടെ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായ തന്നെ മങ്ങലേൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ശശിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതൊന്ന്, സംസ്ഥാനത്ത് ഈ സ്വർണ്ണക്കടത്ത് നടക്കുന്ന കാര്യം കൃത്യമായി പി ശശിക്ക് അറിയാമായിരുന്നു. എന്തുകൊണ്ട് അതിനെ കടിഞ്ഞാണിടാൻ പി ശശി ശ്രമിച്ചില്ല, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം അറിയിച്ചില്ല എന്നുള്ള രീതിയിലുള്ള ചില ഗുരുതര ആരോപണങ്ങൾ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്ന സാധാരണപ്പെട്ട ആളുകളെ അവിടെ നിന്നും അകറ്റാനുള്ള ശ്രമമാണ് ശശി നടത്തിയിട്ടുള്ളത്. പല പരാതികൾ പറയാനും മുഖ്യമന്ത്രി നേരിട്ട് കാണാനുമായി എത്തുന്ന CPM-ന്റെ ചില നേതാക്കന്മാർ, സഖാക്കന്മാർ, ഒപ്പം തന്നെ മറ്റ് സാധാരണക്കാരായിട്ടുള്ള അവരെ അടക്കം അദ്ദേഹം അവിടെ നിന്നും അകറ്റി നിർത്തിയതായിട്ടുള്ള ഒരു ആരോപണം കൂടി ഈ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ചില പരാതികൾ പറയാനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ അത് പി ശശി ശേഖരിക്കാറുണ്ട്. അതിനുശേഷം ഈ സ്ത്രീകളുമായി അദ്ദേഹം ശൃംഗാര സ്വഭാവത്തിൽ സംസാരിക്കാറുണ്ട് എന്നുള്ളതാണ്. പലരും പിന്നീട് ശശിയുടെ ഫോൺ എടുക്കാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നൊരു ഗുരുതര ആരോപണം കൂടിയാണ് ഈ പരാതിയിൽ ഉന്നയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഗുരുതര ആരോപണം സാമ്പത്തിക ആരോപണമാണ്. പല ഇടപാടുകാരുടെയും കയ്യിൽ നിന്ന്, അത് സാമ്പത്തിക ഇടപാടുകാരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ പി ശശി കൈക്കലാക്കിയിട്ടുണ്ട്. ചില കേസുകളും ചില നടപടികളും ഒക്കെ ഒത്തുതീർപ്പാക്കാനും അത്തരത്തിലുള്ള ചില ഇടപെടലുകളുടെ ഭാഗമായി ഇടയിൽ നിന്ന് ഒരു ഇടനിലക്കാരനായി കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ട് പി ശശി എന്നുള്ളൊരു ഗുരുതര സാമ്പത്തിക ആരോപണം കൂടി അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുകയാണ്. ഇത്രയധികം പരാതികൾ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടും അത് പരാതി രൂപേണ നൽകിയിട്ടും എന്തുകൊണ്ട് ഇതിൽ കൃത്യമായ നടപടി സർക്കാരോ CPM-ഓ സ്വീകരിക്കുന്നില്ല ഒരു ചോദ്യമാണ് ഈ പരാതി നൽകിയതിനു ശേഷം പി അൻവർ ഉന്നയിക്കുന്നത്. പക്ഷേ ഈ പരാതികളോട് ഒരു രീതിയിലും പ്രതികരിക്കാൻ പി ശശി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിനോടും സംസ്ഥാന സെക്രട്ടറിയോടും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ലാഘവത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനം അടക്കം ആരംഭിക്കാനിരിക്കെ ഈ പരാതി ഉയർത്തിക്കാട്ടെ പ്രതിഷേധമടക്കം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്തായാലും സർക്കാർ വലിയ രീതിയിലുള്ള വെള്ളം കുടിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഗുരുതര ആരോപണങ്ങളാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഈ പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. രോഹിണി.